സീമ സിൽക്സ്, പുളിയന്മല റോഡ്, കട്ടപ്പന. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാലവർഷം ശക്തം. ജില്ലയിൽ തകർന്നത് 25 വീടുകൾ. ശക്തമായ കാറ്റിൽ നെടുങ്കണ്ടം തൂക്കുപാലത്തും പൂപ്പാറയിലും മരം വീണ വീടുകൾ തകർന്നു. രാജാക്കാട്ടിൽ 300ഓളം വാഴകൾ ഒടിഞ്ഞു നശിച്ചു. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ഗ്യാപ് റോഡിൽ മലയിടിച്ചിൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്ന ദേശീയപാത വിഭാഗത്തിന്റെ പ്രഖ്യാപനം ഈ മഴക്കാലത്തിനു മുമ്പും നടപ്പിലായില്ല. ജില്ലയുടെ പല ഭാഗത്തും വനംവകുപ്പിന്റെ കടന്നുകയറ്റം വ്യാപകമായി നടക്കുകയാണെന്ന മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ്. വനംവകുപ്പ് മന്ത്രിയുണ്ടോ എന്ന് പോലും അറിയില്ല എന്ന വിമർശനം. കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ 13കാരനെ തൊടുപുഴയിൽ നിന്ന് കണ്ടെത്തി. കുട്ടിയെ കണ്ടെത്തിയ കാര്യം വിളിച്ചു പറഞ്ഞ തൊടുപുഴയിലെ കൈനോട്ടക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. കാർഷിക മേഖലയിൽ മാത്രമല്ല കാലവർഷം ദുരിതം വിതയ്ക്കുന്നത്. നിരവധി വീടുകളും ഇതിനോടകം കാലവർഷ മഴയിൽ മരം വീണും മണ്ണിടിഞ്ഞുമായി നശിച്ചു. ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിൽ നെടുങ്കണ്ടം തൂക്കുപാലത്തും പൂപ്പാറയിലും മരം വീണ വീടുകൾ തകർന്നു. ശക്തമായുണ്ടായ കാറ്റിൽ മരങ്ങളൊടിഞ്ഞും കടപുഴകിയും വീടുകൾക്ക് മുകളിൽ പതിച്ചു. നെടുങ്കണ്ടം തൂക്കുപാലത്തിന് സമീപം വീടിനോട് ചേർന്ന് നിന്നിരുന്ന കേടുബാധിച്ച ഈട്ടിമരം ചുവടെ ഒടിഞ്ഞ വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. തൂക്കുപാലം വെസ്റ്റുപാറ സ്വദേശി ചക്കുകുഴിയിൽ രവീന്ദ്രന്റെ വീടാണ് തകർന്നത്. രാത്രി 10 മണിയോടെയാണ് മരം വീണത്. വീട്ടിലുണ്ടായിരുന്നവർ പരിക്കുകളേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിള്ളേരും 2 പിള്ളേരും രണ്ട് പിള്ളേരും മകളും ഉണ്ടായിരുന്നു. അപ്പം ഇവരെ 4 പേരുണ്ടായിരുന്നു ഇവിടെ. അവർ 2 പേരെ ഞാൻ പെങ്ങളുടെ അവിടോട്ടും പോയി കൊച്ചുമക്കളെ അവരുടെ അച്ഛൻ്റെ വീട്ടിലോട്ടും പറഞ്ഞു വിട്ടു. പിന്നെ പോയിട്ട് മരുമോനും
മകള് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു ഈ സംഭവ സമയത്ത്. ഉണങ്ങി നിന്നിരുന്ന മരം മുറിച്ചു നീക്കുന്നതിന് വനംവകുപ്പ് അനുമതി നൽകിയിരുന്നെങ്കിലും മഴ കനത്തതോടെ തൊഴിലാളികളെ കിട്ടാതെ വന്നതോടെ മരം മുറിച്ചു നീക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പൂപ്പാറയിലും മരം വീണ് വീട് തകർന്നു. പുലർച്ചെ 5 മണിയോടെയാണ് സമീപത്തുണ്ടായിരുന്ന മരം കടപുഴക്കി ഗോമതിയുടെ വീടിന് മുകളിലേക്ക് പതിച്ചത്. വീടിന്റെ മേൽക്കൂര തീർത്തിരുന്ന ആസ്ബസ്റ്റോസ് ഷീറ്റുകൾ തകർന്നു. ആർക്കും പരിക്കില്ല. കാലവർഷം ആരംഭിച്ചതിനു ശേഷം ഇതോടെ ജില്ലയിൽ 27 വീടുകളാണ് തകർന്നത്. ഇതിൽ ഒരു വീട് പൂർണ്ണമായും നശിച്ചു. സിറ്റി വിഷൻ, പൂപ്പാറ, നെടുങ്കണ്ടം. കാലവർഷ മഴയിൽ ഹൈറേഞ്ചിൽ വ്യാപക കൃഷിനാശം. ശക്തമായ കാറ്റിൽ 300ഓളം വാഴകൾ ഒടിഞ്ഞു നശിച്ചു. രാജാക്കാട് കള്ളിമാലി കക്കുഴിയിൽ ബേബിയുടെ വാഴകളാണ് നശിച്ചത്. സ്വർണം പണയം വെച്ചും ബാങ്ക് വായ്പയെടുത്തും നടത്തിയ കൃഷിയാണ് കാലവർഷം കവർന്നെടുത്തത്. കലിതുള്ളി പെയ്യുന്ന കാലവർഷം കർഷക സ്വപ്നങ്ങളും കവർന്നെടുക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് കുടിയേറ്റ കർഷകനായ കള്ളിമാലി സ്വദേശി കക്കുഴിയിൽ ബേബി ഇത്തവണ വാഴകൃഷി നടത്തിയത്. എന്നാൽ കാലവർഷ മഴയ്ക്കൊപ്പമെത്തിയ ശക്തമായ കാറ്റ് കർഷകന്റെ പ്രതീക്ഷകൾ കവർന്നെടുത്തു. 300 ഏത്തവാഴകൾ പൂർണ്ണമായും ഒടിഞ്ഞു നശിച്ചു. വിത്ത് വയ്ക്കുന്നത് മുതൽ കണക്കുകൂട്ടിയാൽ വാഴയൊന്നിന് 550 രൂപ വരെ മുതൽ മുടക്കാണ്. 500 രൂപ വെച്ച് കണക്കുകൂട്ടിയാലും 1.5 ലക്ഷത്തിലധികം രൂപ നഷ്ടമുണ്ട്. കുലകൾ വന്നെങ്കിലും കറിക്കായ്ക്കുള്ള മൂപ്പ് പോലും എത്തിയിട്ടില്ലാത്തതിനാൽ 1 രൂപ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥ. ഭീകരമായിട്ട് നല്ല മൊത്തം വാഴഞ്ഞേട് തകർന്ന് വള്ളി മുട്ടും കൊടുത്ത് വള്ളി ഒക്കെ വലിച്ചിരുന്ന അത് നല്ല മുടക്കമുണ്ട്. ഇപ്പോൾ വാഴയ്ക്ക് 6 പടല 7 പടല അടുത്തുള്ള ഒരു വാഴയ്ക്ക് ഇപ്പം മുട്ട് സഹിതം വിലയൊക്കെ കൊടുത്ത് വളവും എല്ലാം കൂടി ഒരു 500 രൂപ മുകളിൽ മുടക്കും വരുന്നുണ്ട്. കർഷകരുടെ പ്രതീക്ഷകൾ കാലവർഷം കവർന്നെടുക്കുക മാത്രമല്ല, ലക്ഷങ്ങളുടെ കടബാധ്യതയിലേക്കും കർഷകരെ തള്ളിവിട്ടു. സർക്കാർ സഹായങ്ങൾ കിട്ടിയില്ലെങ്കിൽ നഷ്ടം സംഭവിച്ച കർഷകർക്ക് മുന്നോട്ടു പോകാനാകില്ല. സിറ്റി വിഷൻ, രാജാക്കാട്. മഴ ശക്തി പ്രാപിച്ചതോടെ ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും ജലനിരപ്പും ഉയർന്നു. കല്ലാറുകുട്ടി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് നീരൊഴുക്ക് ശക്തമായതിനാൽ കൂടുതൽ അളവിൽ വെള്ളം പുറത്തേക്കൊഴുകി തുടങ്ങി. മൂന്നാർ ഹെഡ് വർക്ക്സ് അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. പൊന്മുടി അടക്കമുള്ള ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയർന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ മഴ പെയ്തതോടെ ജില്ലയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. അണക്കെട്ടുകളുടെയെല്ലാം വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പെയ്തത് ശക്തമായ മഴയാണ്. തോടുകളിലും പുഴകളിലും ഒഴുക്ക് വർദ്ധിച്ചു. വെള്ളച്ചാട്ടങ്ങൾ ജലസമൃദ്ധമായി. മാർച്ച് മാസം മുതൽ വേനൽ മഴ ലഭിച്ചതിനാൽ അണക്കെട്ടുകളുടെ സംഭരണശേഷിയെ ഇത്തവണ വേനൽ വലിയ തോതിൽ ബാധിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണിപ്പോൾ മെയ് മാസം അവസാന വാരത്തിൽ തന്നെ ശക്തമായ മഴ ലഭിച്ച അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുള്ളത്. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് നീരൊഴുക്ക് ശക്തമായതിനാൽ കൂടുതൽ അളവിൽ വെള്ളം പുറത്തേക്കൊഴുക്കി തുടങ്ങി. മുതിരപ്പുഴയുടെയും പെരിയാറിന്റെയും തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. മൂന്നാർ ഹെഡ് വർക്ക്സ് അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തുറന്നു. വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. ഈ മേഖലകളിലെ പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. പൊന്മുടി, മാട്ടുപ്പെട്ടി, പാമ്പ്ള അടക്കമുള്ള ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയർന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ടും ശനിയാഴ്ച യെല്ലോ അലർട്ടുമാണ്. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടർന്നാൽ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് ഇനിയും വർദ്ധിക്കും. ഇടുക്കി, മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലല്ല ഉള്ളത്. സിറ്റി വിഷൻ, അടിമാലി. എല്ലാ മഴക്കാലത്തും ശക്തമായ മഴയിടിച്ചിലുണ്ടാകാറുള്ള കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഗ്യാപ് റോഡിൽ മലയിടിച്ചിൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്ന ദേശീയപാത വിഭാഗത്തിന്റെ പ്രഖ്യാപനം ഈ മഴക്കാലത്തിനു മുമ്പ് നടപ്പിലായില്ല. ഗ്യാപ് റോഡ് നിർമ്മാണം നടത്തിയതിനു ശേഷം ഇതുവരെ 8ഓളം മണ്ണിടിച്ചിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതേ തുടർന്നായിരുന്നു ദേശീയപാത വിഭാഗം മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചത്.
2017 ദേശീയപാത നവീകരണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായ 8 മണ്ണിടിച്ചിലാണ് ഗ്യാപ് റോഡ് മേഖലയിൽ ഉണ്ടായത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വേനൽ മഴയിലും മണ്ണും കൂറ്റൻ പാറക്കല്ലുകളും റോഡിലേക്ക് പതിച്ചു. മണ്ണിടിച്ചിലുണ്ടായാൽ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം ദിവസങ്ങളോളം തടസ്സപ്പെടുന്നതും പതിവാണ്. ഗ്യാപ് റോഡിലെ അപകട സാധ്യത കുറയ്ക്കുവാൻ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുമെന്ന് 2 വർഷം മുമ്പ് ദേശീയപാത അധികൃതർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ NH-കാർ നേരത്തെ പറഞ്ഞത് ഇവിടെ മണ്ണിൽ ഇടിച്ചൽ ഉണ്ടാകുന്ന മുമ്പ് നമുക്ക് അറിയാൻ വേണ്ടി ഒരു മെഷീൻ ഫിറ്റ് ചെയ്യാനാണ് അവരൊക്കെ പറഞ്ഞത്. അത് ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ അതൊക്കെ പറഞ്ഞ് ഈ മണ്ണിടിച്ചൽ ഉണ്ടാകുന്ന മുമ്പ് നമുക്കൊക്കെ എല്ലാവർക്കും അറിയിപ്പൊക്കെ കിട്ടും. അതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പോയവരാണ് ഈ NH-കാർ. ഇനി തിരിഞ്ഞു നോക്കിയിട്ടില്ല. മഴക്കാലമായാൽ ജീവൻ പണയം വെച്ചാണ് ഇതുവഴി വാഹനം ഓടിക്കുന്നതെന്ന് ടാക്സി ഡ്രൈവർമാരും പറയുന്നു. ശരിക്കും നല്ല പേടിയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഈ മണ്ണിടിഞ്ഞ് വീണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അറിയാലോ നിങ്ങൾക്ക്, ഈ മലയുടെ സൈഡും പിന്നെ ഇപ്പുറത്ത് കൊക്കയും ഇപ്പുറവും മലയും അവിടുന്ന് പിടിഞ്ഞ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാകാൻ പോകണം. മാണ്ടി IIT, കരസേന, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ചെലവ് കുറഞ്ഞ ലാൻഡ് സ്ലിപ്പ് ഡിറ്റക്ഷൻ സിസ്റ്റമാണ് ഗ്യാപ് റോഡിൽ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചിരുന്നത്. ഇതിന് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയും ലഭിച്ചിരുന്നു. ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായാൽ ചിന്നക്കനാൽ, സൂര്യനെല്ലി മേഖലകൾ ഒറ്റപ്പെടും. ഇത് മേഖലയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഞങ്ങൾക്ക് ഈ വഴി ഇല്ലെങ്കിൽ വേറെ മാർഗം 10-50 കിലോമീറ്റർ ചുറ്റാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് എത്തുന്നത്. അപ്പോൾ ചിന്നക്കാലിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ റോഡ് നമുക്ക് ടൂറിസ്റ്റ് വരുന്നവരെ അവർക്ക് വരെ ബാധിക്കുകയാണ്. ഞാൻ മണ്ണിടിച്ചിൽ പോകുമ്പോൾ ഈ കല്ലൊക്കെ വന്ന് ചിലപ്പോൾ വണ്ടി റണ്ണിങ്ങിലേക്കുമ്പോൾ ഇടിച്ച് കല്ല് വന്ന് വീണ് കഴിഞ്ഞാൽ അവർക്കും ബാധയാണ്, ഞങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്കും ബാധയാണ്. മുൻപ് കോഴിക്കോട് IIT-യിലെ വിദഗ്ധ സംഘം ഇവിടെ സന്ദർശനം നടത്തുകയും അപകട സാധ്യതയുള്ള പാറകൾ പൊട്ടിച്ചു നീക്കി ചെരിഞ്ഞ പ്രദേശങ്ങളിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യത്തിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. സിറ്റി വിഷൻ, പൂപ്പാറ. മഴ കനത്തതോടെ ദേശീയപാത 85-ൽ മരം വീഴ്ചയും മണ്ണിടിച്ചിൽ ഭീഷണിയും രൂക്ഷമായി. നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതോടെയാണ് നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിൽ ഇടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടത്. മണ്ണ് നീക്കിയ ഭാഗത്ത് മൺതിട്ടയ്ക്ക് മുകളിൽ ആശങ്കയോടെ കഴിയുന്ന നിരവധി വീടുകളുണ്ട്. നേര്യമംഗലം വനമേഖലയിലടക്കം നിലംപതിക്കാവുന്ന നിലയിൽ നിൽക്കുന്ന മരങ്ങളും ധാരാളമാണ്. ഇത്തവണ മഴ കനത്ത ശേഷം ഏറ്റവും അധികം മരങ്ങൾ നിലംപതിച്ചതും മണ്ണിടിച്ചിലുണ്ടായതുമായ ഇടങ്ങളിലൊന്നാണ് ദേശീയപാത 85-ന്റെ ഭാഗമായ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം. മഴക്കാലം ആരംഭിച്ചതോടെ ഭീതിയോടെ മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാനാകൂ. നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതാണ് മണ്ണിടിച്ചിലിനും അടിക്കടിയുള്ള മരം വീഴ്ചയ്ക്കും കാരണം. കഴിഞ്ഞ മഴക്കാലത്തും സ്ഥിതി സമാനമായിരുന്നു. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണ് നീക്കിയിടങ്ങളിൽ മഴയ്ക്ക് മുമ്പേ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതും ഓടയുടെ നിർമ്മാണത്തിന് പലയിടത്തും അശാസ്ത്രീയമായി മണ്ണ് നീക്കിയതും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായി പറയപ്പെടുന്നു. നമ്മുടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ നിലയിൽ വലിയ വേഗതയിലെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നിർമ്മാണങ്ങൾ പലതും അശാസ്ത്രീയമായി ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഈ ദേശീയപാതയുടെ ഓരത്ത് താമസിക്കുന്ന പലരും വലിയ അപകട ഭീഷണി നേരിടുകയാണ്. നമുക്കറിയാം, വലിയ മഴ ആരംഭിച്ചു, കാലവർഷം ആരംഭിച്ചു. മണ്ണ് കട്ടിംഗ് സൈഡൊക്കെ മണ്ണ് എടുക്കുമ്പോൾ അശാസ്ത്രീയമായി എടുക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ മറിഞ്ഞു വീഴാറായി നിൽക്കുന്നു. മണ്ണ് കഴിഞ്ഞ ദിവസം മഴ ആരംഭിച്ച മുതൽ നിരവധി മേഖലകളിൽ മണ്ണ് ഇടുങ്ങിയാടി വഴി ബ്ലോക്കാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നേര്യമംഗലം വനമേഖലയിൽ മണ്ണ് നീക്കിയ നിരവധിയിടങ്ങളിൽ റോഡിലേക്ക് പതിക്കാവുന്ന വിധം വലിയ മരങ്ങൾ നിൽപ്പുണ്ട്. മൂന്നാർ വരെ ഇതാണ് അവസ്ഥ. മണ്ണ് നീക്കിയ പലയിടങ്ങളിലും ഭീകരമായ തിട്ട് രൂപം കൊണ്ടു. അവയുടെ മുകളിലുള്ള വീടുകൾ പലതും അപകടാവസ്ഥയിലാണ്. ഇടിച്ചിൽ ഭീഷണി മൂലം ചിലർ മറ്റിടങ്ങളിലേക്ക് താമസം മാറി. മണ്ണിട്ട് നികത്തി ഓടകളും കലുങ്കുകളും അടഞ്ഞതോടെ മഴവെള്ളം കൃഷിയിടങ്ങളിലൂടെ നിരന്നൊഴുകുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട്. മണ്ണ് നീക്കിയിടങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയാകാൻ വൈകുന്നതുമൂലം ദേശീയപാത തന്നെ ചിലയിടങ്ങളിൽ ഇടിച്ചിൽ ഭീഷണി നേരിടുന്നു. ഇതുമൂലം കല്ലാറിനും 2-ാം മൈലിനുമിടയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ മഴ തുടർന്നാൽ കൂടുതലിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് വാഹനയാത്രികർ ദേശീയപാത 85-ലൂടെ കടന്നുപോകുന്നത്. സിറ്റി വിഷൻ, അടിമാലി. ഇനി ചെറിയൊരിടവേള.
മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോടു കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED ടിവികൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തയിലേക്ക്. ചിന്നക്കനാലിൽ മാത്രമല്ല ജില്ലയുടെ പല ഭാഗത്തും വനംവകുപ്പിന്റെ കടന്നുകയറ്റം വ്യാപകമായി നടക്കുകയാണെന്ന് മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ്. വനംവകുപ്പ് മന്ത്രിയുണ്ടോ എന്ന് പോലും അറിയില്ല. ഉദ്യോഗസ്ഥരുടെ തോന്നിവാസമാണ് നടക്കുന്നതെന്നും റോയി കെ പൗലോസ് കുറ്റപ്പെടുത്തി. രാജഭരണകാലത്ത് പോലും ഇല്ലാത്ത ധിക്കാരവും അഹങ്കാരവുമാണ് ജില്ലയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത്. ചിന്നക്കനാലിൽ റവന്യൂ ഭൂമിയിൽ ബോർഡ് സ്ഥാപിച്ചു. അതിൽ റവന്യൂ വകുപ്പിനും വീഴ്ചയുണ്ടെന്നും ചിന്നക്കനാലിൽ 1 ഇഞ്ച് പോലും വനംവകുപ്പിന് ഭൂമിയില്ലെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു. ഒരു സമാന്തര സർക്കാരായി വനംവകുപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആരും ചോദിക്കാനില്ല, പറയാനില്ല എന്നുള്ള മട്ടില്. അതിനൊരു മന്ത്രി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനിങ്ങനെ ഒരു മന്ത്രി അവിടെ ഇരിക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. അദ്ദേഹം ഇതുവല്ലോ അറിയുന്നുണ്ടോ? ഉദ്യോഗസ്ഥന്മാരുടെ തോന്നിവാസമാണ് നടക്കുന്നത്. അവരുടെ തോന്നിവാസമാണ് നടക്കുന്നത്. രാജഭരണകാലത്ത് പോലും ഇല്ലാത്ത അഹങ്കാരവും ധിക്കാരവുമാണ് ഈ ജില്ലയിലെ പ്രത്യേകിച്ച് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും തികഞ്ഞ അനാസ്ഥയാണ് ഉണ്ടാകുന്നത്. സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന വക്കീലന്മാർ ജില്ലയ്ക്കെതിരായ വാദമുഖങ്ങൾ കോടതിയിൽ ഉയർത്തുകയാണെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു. ഇവിടെ കോടതിയുടെ ഭാഗത്തുനിന്ന് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സഹായങ്ങൾ ഗവൺമെന്റ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന വക്കീലന്മാർ ഈ ജില്ലയിലെ ജനങ്ങൾക്കെതിരായി നിരന്തരമായി സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വാദമുഖങ്ങൾ ഉയർത്തുന്നു. ആ വാദമുഖങ്ങളാണ് കോടതി മുഖവരയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ അമിക്കസ് ക്യൂറിയായിട്ട് ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും 2 പ്രധാനപ്പെട്ട അമിക്കസ് ക്യൂറികളെ ഈ ജില്ലയിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ട്. അത് ഹരീഷ് വാസുദേവനെ പോലെയുള്ള ആളുകളെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അവരൊക്കെ തീവ്ര പരിസ്ഥിതിവാദികൾക്ക് വേണ്ടിയിട്ട് മുൻകാലങ്ങളിൽ ഈ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ ജനങ്ങൾക്കെതിരായി നിരന്തരമായി ഇടപെട്ടിട്ടുള്ള ആളുകളാണ്. ജനങ്ങൾക്ക് ദ്രോഹകരമാകുന്ന ഓരോ വിധിയും സർക്കാർ ചോദിച്ചു വാങ്ങുകയാണ്. അതിനായി സർക്കാർ വക്കീലന്മാരെ ഉപയോഗിക്കുകയാണെന്നും വിധി വന്നാൽ കോടതിയുടെ മേൽച്ചാരി രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അത്തരം കാപട്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു. സിറ്റി വിഷൻ, രാജാക്കാട്. കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ 13കാരനെ തൊടുപുഴയിൽ നിന്ന് കണ്ടെത്തി. കുട്ടിയെ കണ്ടെത്തിയ കാര്യം വിളിച്ചു പറഞ്ഞ തൊടുപുഴയിലെ കൈനോട്ടക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൈനോട്ടക്കാരനായ ശശികുമാറാണ് കസ്റ്റഡിയിലായത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുക്കും. കുട്ടി തൊടുപുഴയിൽ ഇറങ്ങിയതു മുതൽ ഇയാൾ കസ്റ്റഡിയിൽ വെച്ചെന്നാണ് പോലീസ് പറയുന്നത്.
ഇടപ്പള്ളിയിൽ നിന്ന് 13-കാരനെ ഇന്നലെയാണ് കാണാതായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തൊടുപുഴയിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുന്നത്. കുട്ടി ഇന്നലെ വൈകുന്നേരം തൊടുപുഴയിലെത്തിയപ്പോൾ കൂട്ടിക്കൊണ്ടുപോയ കൈനോട്ടക്കാരൻ ശശികുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുക്കും. പോക്സോയിലെ 7, 8 വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുക്കുക. കുട്ടി തൊടുപുഴയിൽ ഇറങ്ങിയതു മുതൽ ഇയാൾ കസ്റ്റഡിയിൽ വെച്ചെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ഇയാളുടെ വീട്ടിലേക്ക് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. ഇതിനുശേഷം കുട്ടിയുടെ ദേഹത്ത് മുറിവേൽപ്പിക്കുവാൻ ശ്രമിച്ചു. കുട്ടിയുടെ മുഖത്ത് ഇതിന്റെ പാടുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു. പ്രതിയെ കൊച്ചി എളമക്കര പോലീസിന് കൈമാറും. എളമക്കര പോലീസ് വന്നിട്ടുണ്ട്, അതിൽ കൊണ്ടുപോയിട്ടുണ്ട്, കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എളമക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു 14 വയസ്സുള്ള കുട്ടി മിസ്സിംഗ് ആയതിലേക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തൊടുപുഴ എത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൽ നമ്മളെ ഇൻഫോം ചെയ്തിട്ട് നമ്മളത് പരിശോധിച്ചപ്പോൾ കുട്ടിയെ നമുക്ക് മറ്റൊരാളുടെ കൂടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുട്ടിയെ ട്രേസ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ മുതൽ CCTV ദൃശ്യങ്ങൾ പിന്തുടർന്ന കുട്ടിയുടെ ബന്ധുക്കൾ മൂവാറ്റുപുഴ വരെ എത്തിയിരുന്നു. തുടർന്നാണ് കുട്ടി തൊടുപുഴയിൽ ഉണ്ടെന്ന വിവരം കിട്ടുന്നത്. തൊടുപുഴ ബസ് സ്റ്റാൻഡിലെ കൈനോട്ടക്കാരനാണ് കുട്ടിയുടെ വിവരം വിളിച്ചു പറഞ്ഞതെന്ന് കുട്ടിയുടെ പിതാവ് പറയുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി. ഇന്നലെ CCTVകളുടെയും മറ്റുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടി ഈ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ള വിവരം ഇന്നലെ കിട്ടിയിട്ട് രാത്രിയാണ് പോലീസുകാരോട് ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ അന്വേഷണം നടത്തിയത്. അപ്പോൾ ഈ കുട്ടി കൈവശം വെച്ചിരുന്ന വേറൊരാളുണ്ട്. അയാൾ ഇന്ന് രാവിലെ പുറത്ത് ഒരു 6:30 മണിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി എൻ്റെ അടുത്തുണ്ട്, ഞാനിത് ഇങ്ങനെയുള്ള ഒരാളാണ്, പിന്നെ അതുകൊണ്ടിട്ട് നിങ്ങളിവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. അവർ തൊടുപുഴ സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ഇവിടുത്തെ സാറന്മാരും ഞങ്ങളും കൂടി പോയാണ് കുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇയാളോടുകൂടി വാങ്ങിയത്. സ്കൂളിൽ സേ പരീക്ഷ എഴുതുവാൻ പോയ കുട്ടിയെ ഇന്നലെ രാവിലെ മുതലാണ് കാണാതായത്. ഉച്ചയായിട്ടും തിരികെ എത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ എളമക്കര പോലീസിൽ പരാതി നൽകിയിരുന്നു. നഗരത്തിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരുന്നത്. കുട്ടി മൂവാറ്റുപുഴ സൈഡിലേക്കുള്ള ബസ്സിൽ കയറിയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയാണ് കുട്ടിയെ തൊടുപുഴയിൽ നിന്നും കണ്ടെത്തുന്നത്. സിറ്റി വിഷൻ, തൊടുപുഴ. കേരളത്തിന്റെ കായിക രംഗത്തിന് കരുത്താകേണ്ടിയിരുന്ന മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം അവഗണനയ്ക്ക് നടുവിലാണ്. കായിക താരങ്ങൾക്ക് മികച്ച നിലവാരത്തിലുള്ള പരിശീലനം നൽകാൻ ലക്ഷ്യമിട്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത്. പിന്നീട് സ്റ്റേഡിയത്തിന്റെ നിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ട് നടത്തിയ പ്രഖ്യാപനങ്ങളൊന്നും ഫലം കണ്ടില്ല. ഇന്ന് തെരുവ് നായ്ക്കളും കന്നുകാലികളും വിഹരിക്കുന്ന ഇടമായി മാറിക്കഴിഞ്ഞു ഈ സ്റ്റേഡിയം. പഴയ മൂന്നാറിൽ ദേശീയപാത 85-നരികിലാണ് കേരളത്തിന്റെ കായിക രംഗത്തിന് കരുത്താകേണ്ടിയിരുന്ന മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം ഉള്ളത്. മൂന്നാറിന്റെ തണുത്ത അന്തരീക്ഷത്തിലും ഉയർന്ന ഭൂപ്രകൃതിയിലും കായിക താരങ്ങൾക്ക് മെച്ചപ്പെട്ട പരിശീലനം ലഭ്യമാക്കി മികച്ച താരങ്ങളെ വാർത്തെടുക്കാനുള്ള ലക്ഷ്യത്തോടെയായിരുന്നു സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ വലിയ ലക്ഷ്യത്തോടെ നിർമ്മിച്ച സ്റ്റേഡിയം ഇപ്പോഴും അവഗണനയ്ക്ക് നടുവിലാണ്. പരിമിതികൾ കണക്കിലെടുക്കാത്തതിനാൽ തദ്ദേശീയരായ ആളുകൾ കായിക വിനോദത്തിനും വ്യായാമത്തിനും കായിക പരിശീലനത്തിനും സ്റ്റേഡിയം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്റ്റേഡിയം ഇങ്ങനെ മതിയോ എന്ന് ചോദിച്ചാൽ പോരാ എന്ന ഒറ്റ ഉത്തരമേ എല്ലാവർക്കുമുള്ളൂ. ഇവിടെ മഴയൊക്കെ ആകുമ്പം ഇച്ചിരി വെള്ളമൊക്കെ ആയി തിങ്ങി കളിക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ കുറേ പരിമിതികളൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സാധിച്ചു തരുമായിരുന്നു നല്ലതായിരുന്നു. പിന്നെ ബാഡ്മിൻ്റൺ കോർട്ടും എല്ലാം ഞങ്ങൾക്ക് ഇവിടെ കളിക്കാൻ നല്ല സ്പേസൊക്കെ ഉണ്ട്. അപ്പം എല്ലാത്തിനുമുള്ള സാഹചര്യമൊക്കെ ഒരുക്കി തരുവാണെങ്കിൽ ഞങ്ങൾക്ക് പിള്ളേർക്കൊക്കെ നല്ല ഓക്കെ ആയിട്ട് കളിക്കാൻ പറ്റും. പച്ച വിരിച്ചു കിടക്കുന്ന പുൽമൈതാനം എന്നതിനപ്പുറം ഒരു സ്റ്റേഡിയത്തിന് വേണ്ടതായ നിർമ്മിതികളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇവിടില്ല. മഴക്കാലമായാൽ വെള്ളക്കെട്ട് നിറയും. തെരുവ് നായ്ക്കളും കന്നുകാലികളുമൊക്കെ വിഹരിക്കുന്ന ഇടമായി മാറിക്കഴിഞ്ഞു പേരിൽ മാത്രം പെരുമയുള്ള ഈ സ്റ്റേഡിയത്തോടുള്ള അവഗണനയിൽ തദ്ദേശീയരായ കായിക താരങ്ങൾക്കിടയിലും പ്രദേശവാസികൾക്കിടയിലും പ്രതിഷേധം ശക്തമാണ്. ഇടുക്കിയുടെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റുമായിരുന്ന ഒരു പദ്ധതിയായിരുന്നു ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്പോർട്സ് ട്രെയിനിങ് സെൻറ്റർ. ഇത് വന്നിട്ട് 17 വർഷം കഴിഞ്ഞു. പക്ഷേ ഇതുവരെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് 2018 കായിക വകുപ്പ് മന്ത്രി മൂന്നാർ സന്ദർശിക്കുകയും സ്റ്റേഡിയം സന്ദർശിക്കുകയും അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഉറപ്പിക്കുവാനായിട്ട് 300 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു പദ്ധതി നടക്കാതായപ്പം 25 കോടി രൂപ ഇവിടുത്തെ പ്രാദേശിക MLA അനുവദിക്കുകയും ചെയ്തു. എന്നിട്ടും ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. സ്റ്റേഡിയത്തെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനം ഇടയ്ക്കിടെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കും. സ്റ്റേഡിയത്തിനായി നടത്തുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതികളും നടത്തിയ പദ്ധതികളും യഥാർത്ഥത്തിൽ ഫലം കണ്ടിട്ടില്ല.
ഏക്കറുകളോളം ചുറ്റളവിൽ പരന്നുകിടക്കുന്ന സ്റ്റേഡിയത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുമെന്നും മത്സരങ്ങൾക്ക് വേദിയാക്കുമെന്നുമൊക്കെയുള്ള പല പ്രഖ്യാപനങ്ങളും വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായതാണ്. പക്ഷേ ഒന്നും എവിടെയും എത്തിയില്ല. സ്വിമ്മിംഗ് പൂൾ, ഇൻഡോർ സ്റ്റേഡിയം, ഫുട്ബോൾ മൈതാനം, സ്പോർട്സ് മെഡിസിൻ ആൻഡ് റിസർച്ച് സെന്റർ, അങ്ങനെ പോകുന്നു മുമ്പുണ്ടായ പ്രഖ്യാപനങ്ങൾ. മൂന്നാറിന്റെ മാത്രമല്ല കേരളത്തിലെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്താകാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് നാഥനില്ല കളരി പോലെ മൂന്നാറിൽ ഇങ്ങനെ കിടക്കുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. കായികാവേശത്തിന്റെ ഹരം പകർന്ന എക്യുമെനിക്കൽ വടംവലി മത്സരം സംഘടിപ്പിച്ചു. സേനാപതി തൊട്ടിക്കാനം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ കീഴിലുള്ള യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് അഖില മലങ്കര വടംവലി മത്സരം സംഘടിപ്പിച്ചത്. ഹൈറേഞ്ചിനെന്നും ആവേശം പകരുന്നതാണ് വടംവലി. പുതിയ തലമുറയും പഴയ തലമുറയും ഒരുപോലെ നെഞ്ചിലേറ്റിയ കായിക വിനോദം. കണ്ടു നിൽക്കുന്നവരിൽ കായികാവേശത്തിന്റെ തിരയിളക്കം തീർക്കുന്ന വടംവലി മത്സരം സേനാപതി തൊട്ടിക്കാനം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ കീഴിലുള്ള യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് അഖില മലങ്കര വടംവലി മത്സരം ഇത്തവണ സംഘടിപ്പിച്ചത്. സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2025-26 വർഷത്തെ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ കർമ്മ പദ്ധതി തൈബൂസോ 2025ന്റെ ധനസമാഹരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത്. സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കർമ്മ പദ്ധതിയാണ് തൈബൂസോ 2025. ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ പല പ്രോഗ്രാമുകൾ ഇതിനു മുന്നേ ചെയ്തിരുന്നു. അതിലൊരു പ്രോഗ്രാമാണ് അഖില മലങ്കര അഖില കേരള അടിസ്ഥാനത്തിൽ ഒരു എക്യുമെനിക്കൽ വടംവലി മത്സരം ഇന്ന് ഇവിടെ നടക്കുന്നത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ സെന്റ് തോമസ് മാവടി ടീം 10,001 രൂപയും എവറോളിംഗ് ട്രോഫിയും കരസ്ഥമാക്കി. ഡിവൈൻ ചേലച്ചുവട്, രാജാക്കാട് എന്നിവർ 2ാം സ്ഥാനവും 7,001 രൂപയും എവറോളിംഗ് ട്രോഫിയും നേടി. ബാബ സെവൻസ് ഇല്ലിത്തോട് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സെന്റ് പോളികാർപ്പസ് സേനാപതി, സെന്റ് മേരീസ് പഴയവിടുതി, സെന്റ് ജോർജ് തൊട്ടിക്കാനം എന്നീ ടീമുകളും മത്സരത്തിൽ മാറ്റുരച്ചു. ഇടുക്കി ജില്ലാ വടംവലി അസോസിയേഷന്റെ റഫറിമാരാണ് മത്സരം നിയന്ത്രിച്ചത്. സിറ്റി വിഷൻ, സേനാപതി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലവർഷം ശക്തം. ജില്ലയിൽ തകർന്നത് 25 വീടുകൾ. ശക്തമായ കാറ്റിൽ നെടുങ്കണ്ടം തൂക്കുപാലത്തും പൂപ്പാറയിലും മരം വീണ വീടുകൾ തകർന്നു. രാജാക്കാട്ടിൽ 300ഓളം വാഴകൾ ഒടിഞ്ഞു നശിച്ചു. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ഗ്യാപ് റോഡിൽ മലയിടിച്ചിൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്ന ദേശീയപാത വിഭാഗത്തിന്റെ പ്രഖ്യാപനം ഈ മഴക്കാലത്തിനു മുമ്പും നടപ്പിലായില്ല. ജില്ലയുടെ പല ഭാഗത്തും വനംവകുപ്പിന്റെ കടന്നുകയറ്റം വ്യാപകമായി നടക്കുകയാണെന്ന മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ്. വനംവകുപ്പ് മന്ത്രിയുണ്ടോ എന്ന് പോലും അറിയില്ല എന്ന വിമർശനം. കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ 13കാരനെ തൊടുപുഴയിൽ നിന്ന് കണ്ടെത്തി. കുട്ടിയെ കണ്ടെത്തിയ കാര്യം വിളിച്ചു പറഞ്ഞ തൊടുപുഴയിലെ കൈനോട്ടക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. അവധിക്കാലം ആഘോഷിക്കാം. സീമാസിൽ ഷോപ്പ് ചെയ്യാം. വെസ്റ്റേൺ ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, കുർത്തീസ്, ഓവർകോട്ട്, ഫ്രോക്സ്, അനാർക്കലീസ്, ജീൻസും ടോപ്പും സ്യൂട്ടും ട്രാക്ക് സ്യൂട്ടും 3/4 കട്ടപ്പന സീമാസിൽ വിലക്കുറവിൻ ആഘോഷം. അവധിക്കാലം കൊതിതീരും വരെ ഷോപ്പ് ചെയ്യാലോ. ലോകോത്തര ബ്രാൻഡുകൾ, പുതുപുത്തൻ കളക്ഷൻസ്, കട്ടപ്പന സീമാസിൽ ഉത്സവമേളം. ഇനി നാട്ടിലെത്തിയാൽ ഷോപ്പിംഗ് ഈസിയാ. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട.
സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി, അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.